പണികളൊക്കെ തീരുന്നതിന് മുമ്പ് കോഴിക്കോട് ബൈപ്പാസിൽ ടോൾ പിരിവ് ആരംഭിച്ചു. അതും ഒരു സൈഡിലേക്ക് 130 രൂപ. 24 മണിക്കൂറിനുള്ളിൽ റിട്ടേൺ അടിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ 190 രൂപയാണ് ഫാസ്ടാഗിന്ന് നമ്മുടേത് കട്ടാകുന്നത്. ക്യാഷ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡബിൾ. അപ്പോൾ കോഴിക്കോട് ബൈപ്പാസിൽ ഈ ഒരു ടോൾ പിരിവ് തുടങ്ങിയപ്പോൾ സമരം ഉണ്ടായി. അതായത് കോൺഗ്രസ് പാർട്ടി സമരം നടത്തി. റോഡിൻ്റെ പണി പൂർണ്ണമായിട്ടും തീരുന്നതിന് മുമ്പുള്ള ഈ ഒരു ടോൾ പിരിവ് അവസാനിപ്പിക്കുക, നിർത്തിവെക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് സമരം ചെയ്തു. ആ സമരം തികച്ചും ന്യായമായിട്ടുള്ളൊരു സമരമാണ്. നമ്മൾ കുറേ ദേശീയപാതയുടെ അപ്ഡേറ്റുകൾ നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് കാണണം. ചില ആളുകൾക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല, ചില ആളുകൾക്ക് ഇഷ്ടപ്പെടാനും ചാൻസ് ഉണ്ട്. അതുകൊണ്ട് വീഡിയോ പൂർണ്ണമായിട്ടും കാണുക. അപ്പോൾ ഏതായാലും സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ കോഴിക്കോട് ബൈപ്പാസിൽ രണ്ടാമത്തെ FOBയുടെ പണി ഈ ഒരു കോലമായിട്ടുള്ളൂ. പണികൾ പൂർണ്ണമായിട്ടും ഈ ഒരു ബൈപ്പാസിൽ കഴിഞ്ഞിട്ടില്ല. FOBയുടെ പണി ഇനി 2 സ്ഥലത്ത് FOB സ്ഥാപിക്കേണ്ട പണികൾ ബാക്കിയുണ്ട്. അപ്പം ഇതൊക്കെയാണ് ഇവിടുത്തെ അപ്ഡേറ്റ്. പിന്നെ കുറച്ചും കൂടി ഒരു FOB കഴിഞ്ഞ് മുന്നോട്ട് പോയിക്കാന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ പണിയെടുക്കുന്ന കരാർ കമ്പനിക്കെതിരെ അല്ലെങ്കിൽ അവരെ കുറ്റം പറഞ്ഞുകൊണ്ടുള്ളൊരു സംഭവമല്ല. ഈ ബൈപ്പാസിൽ പല സ്ഥലത്തും സർവീസ് റോഡ് പൂർണ്ണമായിട്ടും കണക്റ്റ് ആയിട്ടില്ല. ഈ സ്ഥലം ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നം, നമ്മളെ ആ ഒരു സ്ഥലം ഏറ്റെടുക്കുന്ന സമയം കഴിഞ്ഞിട്ട് എത്ര കാലമായിക്കണം നിങ്ങൾ ആലോചിച്ചാൽ മതി. ഈ സ്ഥലത്ത് ഇപ്പോഴും സ്ഥലം ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ പരിഹരിച്ച് പൂർണ്ണമായിട്ടും ഭൂമി ഏറ്റെടുത്ത് സർവീസ് റോഡിൻ്റെ പണികൾ പൂർത്തിയാക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. പല സ്ഥലത്തും സർവീസ് റോഡ്, പല സ്ഥലം എന്ന് പറഞ്ഞാൽ 2-3 സ്ഥലത്ത് സർവീസ് റോഡിൻ്റെ പണികൾ ബാക്കിയുണ്ട്. ലാൻഡ് അക്വിസിഷനുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടാണ് സർവീസ് റോഡിൻ്റെ പണികൾ നേരം വൈകിയത് എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. ഏതായാലും ഇവിടെ കുന്നിങ്ങനെ ഇടിച്ച് മണ്ണെടുത്തിട്ട് സർവീസ് റോഡിൻ്റെ പണികളുമായിട്ട് മുന്നോട്ട് പോകാനുള്ള പ്ലാനിലാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, സർവീസ് റോഡ് പൂർണ്ണമായിട്ടും കഴിഞ്ഞതിന് ശേഷം മാത്രം ടോൾ പിരിക്കുക എന്നത് ആ ഒരു ഇതല്ല കേട്ടോ. അങ്ങനെ പറഞ്ഞു വന്നതല്ലേ. ഈ ഒരു മെയിൻ ഗാരേജ് തന്നെ, മെയിൻ ഹൈവേയിൽ തന്നെ 2-3 സ്ഥലത്ത് പണികൾ ബാക്കിയുണ്ട്. അതും ഡേഞ്ചർ ആയിട്ടുള്ള സ്ഥലം. ആ പണി കഴിഞ്ഞതിന് ശേഷമായിരിക്കും ടോള് തുടങ്ങാന്നൊക്കെയാണ് ഞാനും കുറച്ച് ആൾക്കാരൊക്കെ അങ്ങനെയാണ് കരുതിയിരുന്നത്. കാരണം ആ ഒരു മെയിൻ ഗാരേജിലെ പണി തീരണല്ലോ. മെയിൻ ഗാരേജിൽ മെയിൻ ഹൈവേയിൽ അത്രയും ബുദ്ധിമുട്ടും റിസ്ക്കും ഒരുപാട് അപകടത്തിന് ചാൻസ് ഉള്ളതുമായിട്ടുള്ള 2 സ്ഥലങ്ങളുണ്ട് ഈ കോഴിക്കോട് ബൈപ്പാസിൽ. ആ ഒരു സ്ഥലത്തെ പണി കഴിഞ്ഞതിന് ശേഷം മാത്രം ടോൾ പിരിവ് ആരംഭിക്കുകയുള്ളൂ എന്നൊക്കെയാണ് ഞാനൊക്കെ കരുതിയിരുന്നത്. പക്ഷേ പെട്ടെന്ന് തന്നെ ടോൾ പിരിവ് ഉണ്ടായി. ഒരു സൈഡിലേക്ക് 130 24 മണിക്കൂറിനുള്ളിൽ തിരിച്ചു വരാമെന്നുണ്ടെങ്കിൽ 190, അങ്ങോട്ടും ഇങ്ങോട്ടും ഫാസ്ടാഗിൽ. ക്യാഷ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡബിള്. അപ്പോൾ ടോൾ പ്ലാസയിൽ നല്ല തിരക്കുണ്ട്. സംഭവം എന്താ വെച്ചാൽ പല വാഹനങ്ങൾക്കും ഫാസ്ടാഗില്ല. നമ്മൾ ഈ ഒരു ഏരിയയിൽ, മലബാർ ഏരിയയിൽ ആകെ ടോൾ ഉള്ളത് ഇപ്പം മാഹി ബൈപ്പാസിൽ മാത്രമാണ്. അപ്പോൾ ആ ഒരു ഏരിയയിലുള്ള തുടങ്ങിയ അതേ സെയിം സംഭവം തന്നെയാണ്. ആ ടോൾ പ്ലാസൻ്റെ അവിടെ എത്തുമ്പോൾ ഫാസ്ടാഗ് ഉണ്ടാവില്ല, ക്യാഷ് കൊടുക്കുമ്പോൾ ബാക്കി വാങ്ങലും മറ്റേതൊക്കെ ആയിട്ട് അങ്ങനെ കുറച്ച് നേരം വൈകുന്നുണ്ട്. ഏതായാലും ടോളൊക്കെ കൊടുക്കാൻ തുടങ്ങിയല്ലോ. ഈ ഒരു സംവിധാനങ്ങളൊക്കെ വർക്കാവുണ്ടോ എന്ന് നോക്കണം. കാരണം ടോൾ കൊടുത്തു പോകുമ്പോൾ ഇതേപോലത്തെ ഫെസിലിറ്റി കാര്യങ്ങളൊക്കെ പൊതുജനത്തിന് NHAയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണം. ഇതിനെപ്പറ്റി എന്തെങ്കിലുമൊക്കെ ഇങ്ങനത്തെ സംഭവങ്ങളിലൊക്കെ എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ രാജ്മാർഗ് യാത്ര ആപ്പ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ NHAൻ്റെ ഒരു ആപ്പ് ഉണ്ട്, അതിലാണ്ട് കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്തോളി. കാസർഗോഡ് ജില്ലയിലും ടോൾ പ്ലാസയ്ക്കെതിരെ സമരം നടക്കുന്നുണ്ട്. കുമ്പളയിലുള്ള ടോൾ പ്ലാസയ്ക്കെതിരെ തലപ്പാടി ഭാഗത്തുനിന്ന് ടോൾ കൊടുത്ത് വന്ന് വെറും 22 കിലോമീറ്റർ ആകുമ്പോഴത്തേന് അടുത്ത ടോൾ പ്ലാസ, ആ ഒരു ഡിസ്റ്റൻസ് 60 കിലോമീറ്റർ ആണ്. 50 to 60 ആണ് പുതിയ NHAയുടെ ഒരു മാനദണ്ഡ പ്രകാരമുള്ള ടോൾ ഡിസ്റ്റൻസ്. അതിൻ്റെ ഇടയിലുള്ള ടോൾ പ്ലാസകളൊക്കെ എടുത്ത് ഒഴിവാക്കണമെന്ന് കേന്ദ്ര ഗതാഗത വകുപ്പ് മന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 20 കിലോമീറ്റർ ചുറ്റളവിലുള്ള മന്ത്ലി പാസ് ആവശ്യമുള്ള ആളുകൾ ഈ ഒരു രേഖകളൊക്കെ ഇവിടെ സമർപ്പിച്ചാൽ മന്ത്ലി പാസ് കിട്ടുന്നതാണ്. 20 കിലോമീറ്റർ ചുറ്റളവിലുള്ള ആളുകളൊക്കെ പരമാവധി ഈ ഒരു സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തുക. അപ്പോൾ ടോളിൻ്റെ കാര്യം, ടോളിൻ്റെ സമരം എന്ന് പറഞ്ഞാൽ ഈ ഒരു ബൈപ്പാസിൽ ന്യായമായിട്ടുള്ളൊരു സമരമാണ്. ബൈപ്പാസിലുള്ള ടോൾ പ്ലാസയ്ക്കെതിരെയല്ല സമരം. അതായത് ഇവിടെ ഈ ഒരു ടോൾ പ്ലാസ അല്ലെങ്കിൽ ടോളിനെതിരെയുള്ള സമരമല്ല, പണി പൂർത്തിയാകുന്നതിന് മുമ്പ് ടോൾ പിരിക്കാൻ തുടങ്ങി എന്ന് പറഞ്ഞിട്ടാണ് കോഴിക്കോട് ബൈപ്പാസിൽ ഈ ഒരു ഒളവണ്ണ ടോൾ പ്ലാസയിൽ കോൺഗ്രസ് പാർട്ടി സമരം നടത്തിയത്. ആ ഒരു സമരത്തിന് നമ്മുടെ പിന്തുണ അറിയിക്കാനുള്ള കാരണം, അല്ലെങ്കിൽ ഈ ഒരു സമരം ന്യായമായിട്ടുള്ളൊരു സമരമാണെന്ന് പറയാനുള്ള കാരണം, സർവീസ് റോഡിൻ്റെ പണികൾ പൂർത്തിയായതിനു ശേഷം മാത്രം ടോൾ പിരിക്കുക, അതല്ല, അത് സർവീസ് റോഡ് ആകട്ടെ, സർവീസ് റോഡും ഇതിൻ്റെ കൂട്ടത്തിലുള്ളതാണ്. പക്ഷേ മെയിൻ ഗാരേജിൽ 2-3 സ്ഥലത്ത് അപകട സാധ്യതയുള്ള സ്ഥലങ്ങളുണ്ട്. അതൊക്കെ ഒന്ന് ക്ലോസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ആ ഒരു പണികളൊക്കെ തീർത്തിട്ട് ടോൾ വാങ്ങിയാൽ പോരെ എന്ന ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയ്ക്ക് നമുക്ക് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പറയാനും അത് പ്രചരിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യമൊക്കെ നമ്മളെ ഇന്ത്യ രാജ്യത്തുണ്ട്. അതേപോലെ എല്ലാവർക്കും ഉള്ള ഒരു അവകാശമാണ്. ഏതായാലും ആ ഒരു മെയിൻ ഗാരേജിലെ പണികൾ പൂർണ്ണമായിട്ടും തീരുന്നതിന് മുമ്പ് ടോൾ പ്ലാസ
ടോൾ പ്ലാസയിൽ ടോൾ പിരിവ് തുടങ്ങി. അതിനോട് നമുക്കും ഒരു യോജിപ്പില്ല. പിന്നെ പുതിയ പാലങ്ങൾ, 3 പാലങ്ങൾ, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞതുപോലെ 3 പാലങ്ങൾ, നിലവിലുള്ള പാലങ്ങൾ 2 വരിയുള്ളത് 3 വരി ആക്കുന്നു. അത് വേറെ പ്രോജക്റ്റാണ്, അത് ഇതുമായിട്ട് ബന്ധമല്ല. എന്നാലും 2-3 സ്ഥലത്ത് ഞാൻ പറഞ്ഞല്ലോ, ആ 2-3 പ്രശ്നങ്ങളുള്ള സ്ഥലം അതൊക്കെ ഒന്ന് ക്ലോസ് ചെയ്തിട്ട് ടോൾ പിരിവ് ആരംഭിച്ചാൽ, കാരണം ഈ ഒരു 130 രൂപ കൊടുത്ത് പോകുന്ന ആളുകൾക്ക് ഇത്രയും കിലോമീറ്ററിൽ സുഖമായിട്ടുള്ളൊരു യാത്ര ചെയ്യാനുള്ള സൗകര്യം NHAയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം. അപ്പോൾ അത് ഈ ഒരു നമ്മൾ ഇത്രയും പൈസ കൊടുത്ത്, അത് 130 രൂപയാണ്. 130 വരാനുള്ള കാരണം എന്താ വെച്ചാൽ ഓരോ സ്ഥലവും മുറിച്ച്, അതായത് ഓരോ ഭാഗവും ഇത്ര പൈസ, ഇത്ര കോടി രൂപ ഇത്ര കിലോമീറ്ററിന് ചിലവഴിക്കണമെന്നുണ്ടെങ്കിൽ ആ ഒരു ചിലവായ പൈസയാണ് ടോളായിട്ട് ഈടാക്കുന്നത്. ഏതായാലും കാലാകാലം ടോൾ കൊടുക്കുകയാണ്. ഒരു 2 മാസം കൂടി കഴിഞ്ഞിക്കാന്നുണ്ടെങ്കിൽ പണികൾ ഏതായാലും തീർത്തിട്ടുണ്ട്. ആ ഒരു ലാൻഡ് അക്വേഷനും മറ്റൊക്കെ NHAയുടെ ഭാഗത്തുനിന്ന് സ്പീഡാക്കിക്കാന്നുണ്ടെങ്കിൽ കമ്പനി നല്ല വേഗത്തിൽ പണികൾ തീർക്കും. KMC കമ്പനി പണിയിൽ അത്ര മോശമുള്ള കമ്പനി ഒന്നുമല്ല, നല്ല വേഗത്തിൽ പണി ചെയ്യുന്ന ഒരു കമ്പനിയാണ്. ഒരു 2 മാസം കൂടെ ഒക്കെ കാത്തു നിൽക്കാന്നുണ്ടെങ്കിൽ ഈ ഒരു മെയിൻ ഗാരേജിലൂടെ പോകുന്ന ആളുകൾക്ക് സുഖമായിട്ട് ടോളും കൊടുത്തുകൊണ്ട് നല്ല ഉഷാറായിട്ട് പോകാൻ പറ്റും. അതാണ് നമ്മളെ അഭിപ്രായം കേട്ടോ. ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയ്ക്ക് നമുക്ക് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. നമ്മളെ ടോൾ പ്ലാസ കഴിഞ്ഞതിന് ശേഷമുള്ള മെട്രോ ഹോസ്പിറ്റലിൻ്റെ ആ ഒരു ഭാഗത്തുണ്ടല്ലോ, ആ ഒരു ഭാഗം എത്തുന്നതിന് മുമ്പുള്ള ലെഫ്റ്റ് സൈഡിൽ, അതായത് കണ്ണൂർ ഭാഗത്തേക്ക് പോകുമ്പോഴുള്ള ലെഫ്റ്റ് സൈഡിലുള്ള വാളിൻ്റെ പണികൾ ഇതാ അപ്പം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു 3 വരി റോഡിൻ്റെ പണികൾ കഴിഞ്ഞിരിക്കണേ. പക്ഷേ ഇവിടെ മണ്ണിടിച്ചിലുണ്ടായപ്പോൾ ആ ഒരു സ്ഥലം ഇനി അതിൽ കൂടുതലായിട്ട് അക്യൂർ ചെയ്താലേ ഇവിടെ കറക്റ്റായിട്ടുള്ളൊരു വാൾ നിർമ്മിക്കാൻ പറ്റുള്ളൂ. ഇവിടെയാണ് ആ മണ്ണിടിച്ചിലുണ്ടായത്. ഇവിടെയൊക്കെ പാറ കേട്ടോ, പാറ ഡയമണ്ട് കട്ടിങ് ഉപയോഗിച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് അലവക്കെട്ട് കട്ട് ചെയ്യുന്ന പോലെ കട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ ഒരു മണ്ണിടിച്ചിൽ, ആ മണ്ണ് മാറ്റി അവിടെ അടിപൊളി ഒരു വാൾ നിർമ്മിക്കണം എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി സ്ഥലം NHA അക്യൂർ ചെയ്ത് കണ്ട് കമ്പനിക്ക് കൊടുക്കണം. ഇത് കമ്പനീനെ കുറ്റം പറയാനുള്ള ഇത് നമുക്കില്ല. കാരണം എന്താ വെച്ചാൽ NHAയുടെ ഭാഗത്ത് നിന്ന് ഈ ഒരു ലാൻഡ് അക്വേഷനും മറ്റൊക്കെ എളുപ്പത്തിലാക്കിയാലാണ് ബാക്കി പണികൾ, സർവീസ് റോഡ് പണികളൊക്കെ പൂർത്തിയാക്കാൻ വേണ്ടി പറ്റുള്ളൂ. ഏതായാലും ഇത് എന്താണ് അവസ്ഥ എന്നറിയില്ല. നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു റിപ്പോർട്ട്, NHAയുടെ ഭാഗത്തുനിന്ന് ഈ ഒരു സ്ഥലം ഏറ്റെടുത്ത് കൊടുത്താൽ ഇവിടുത്തെ പണികൾ ഫട്ടാഫട്ട് തീരും. അപ്പോൾ ഈ ഒരു സ്ഥലം ഏറ്റെടുക്കുന്ന പണികളുമായിട്ട് NHA എന്താണ് മുന്നോട്ട് പോകുന്നുണ്ടോ, എന്താണ് ലാൻഡ് അക്വേഷനും കാര്യങ്ങളൊക്കെ എന്തായിക്കണമെന്ന് നമുക്കറിയില്ല. ഏതായാലും ഇതാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ. 3 വരിയായി വരുന്ന പാത 1.5 വരി അല്ലെങ്കിൽ 1 വരിയായിട്ട് ചുരുങ്ങേണ്ട ഈ ഒരു ഹൈലൈറ്റ് മാളിൻ്റെ ഭാഗത്തേക്ക് പോകുന്ന സ്ഥലം. ഇതാണ് ഞാൻ പറഞ്ഞ അപകടം നിറഞ്ഞ ഒരു സ്ഥലം. ആ ലോറി ഇപ്പോൾ വന്ന കണ്ടെങ്കിൽ ആ ലോറി ഒടിച്ച് കയറ്റിയതാണ്. ഇവിടെ ഒരു എൻട്രി പോയിൻറ്റോ എക്സിറ്റ് പോയിൻറ്റോ ഒന്നുമല്ല, ആദ്യമുള്ള ഒരു ജംഗ്ഷനാണ്. വണ്ടികൾ കയറി നോക്കിയാണ് ഈ ടോളും കൊടുത്ത് ഹൈലൈറ്റ് മാളിൻ്റെ ആ ഒരു ഇതൊക്കെ കഴിഞ്ഞ് കണ്ട് ആളുകൾ അധിക സ്പീഡൊന്നും വേണ്ട, 120-ൽ ഈ പുറത്തുനിന്ന് ആൾക്കാർ റോഡ് മുറിച്ച് കിടക്കുന്ന ഈ ക്രാഷ് ബാരിയർ ഉള്ളതുകൊണ്ട് വാഹനങ്ങൾ ഇങ്ങനെ കയറാൻ നിൽക്കുന്നുണ്ടോ എന്നൊന്നും ഓൽക്കറിയില്ല. ഒരു 120 അല്ലെങ്കിൽ 150-ൽ പോണ ആൾക്കാരൊക്കെ ഉണ്ട്. ഫും നിറയാണ്ട് എത്തുമ്പോഴത്തിന് ചിലപ്പോൾ ഉണ്ടാവും ഒടിച്ചിങ്ങനെ എടുക്കണേ. ഈ 2ാമത്തെ ട്രാക്കിലൂടെയൊക്കെ അതിവേഗത്തിൽ പോകുന്ന ആൾക്കാരെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ഇവിടുന്ന് ഈ കട്ടിങ്ങിൽ നിന്ന് ഇങ്ങനെ ഒടിച്ച് കയറ്റുമ്പോൾ എന്തായാലും 2ാമത്തെ ട്രാക്കിലേക്ക് എത്തും. വലിയ വണ്ടിയാണെന്നുണ്ടെങ്കിൽ 3ാമത്തെ ട്രാക്കിലേക്കൊക്കെ എത്തും. ആ ബാക്കിലൊന്ന് ആരെങ്കിലും കയറ്റുക എന്നുണ്ടെങ്കിൽ ആരോടെ സമാധാനം പറയാം. ഇതാണ് ഞാൻ പറഞ്ഞ ഒന്ന്. ഈ 150-ലും 120-ലും അല്ലെങ്കിൽ 100 തന്നെ കൂട്ടിക്കോളി, 100-ൽ വരുന്നൊരു വാഹനം ഇവിടുന്ന് ഒരു വണ്ടിക്ക് ഇങ്ങനെ കട്ട് ചെയ്ത് കയറുമ്പോൾ ശ്രദ്ധിക്കാതെ ഇങ്ങനെ അടിച്ച് മിന്നി വരാമെന്നുണ്ടെങ്കിൽ പിറകിൽ വന്നിട്ട് കയറ്റില്ല, എന്നുണ്ടെങ്കിൽ അടിച്ച് കയറിയുമേക്ക് ആരോടെ സമാധാനം പറയാം. ഇതാണ് ഞാൻ പറഞ്ഞ 1ാമത്തെ കാര്യം കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ നമ്മളെ ഈ ഒരു സ്ഥലത്തുള്ള ആൾക്കാർ അല്ലെങ്കിൽ ഇതിലൂടെ ഡെയിലി പോകുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ ഇതിലൂടെ വണ്ടി ഇങ്ങനെ കയറും എന്നുള്ളതൊക്കെ മനസ്സിലാകും, അല്ലെങ്കിൽ അവരുടെ മൈൻഡിലുണ്ടാകും ഇവിടെ ഇങ്ങനെ ആൾക്കാർ ചിലപ്പോൾ കട്ട് ചെയ്ത് കയറും. ഈ കർണാടകത്തു നിന്നും തമിഴ്നാട്ടിൽ നിന്നും ഈ മറ്റുള്ള ജില്ലയിൽ നിന്നൊക്കെ വരുന്ന ആളുകൾക്ക് ഇവിടെ ഇങ്ങനെ ഓപ്പണായി കിടക്കേണ്ടത്, ഇതിലൂടെ ഇങ്ങനെ വണ്ടി കയറും എന്നുള്ളത് ഓൽക്ക് മനസ്സിലാവും. ഓല് ചിലപ്പോൾ പെട്ടെന്നാണ് വണ്ടി കാണുമ്പോൾ ബ്രേക്ക് പിടിക്കും, തല കീഴ് മറിയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു ടോള് കൊടുത്ത് പോകുന്ന ഒരു സംഭവമല്ലേ. അപ്പോൾ ഇതുവരെ നമുക്ക് ഫ്രീ ആയി, അതായത് പണി കഴിഞ്ഞിട്ടില്ലല്ലോ. അപ്പോൾ അങ്ങനെ പണി കഴിഞ്ഞിട്ടില്ല, സൂക്ഷിച്ച് പോകുക എന്നുള്ള ബോർഡൊക്കെ നമുക്ക് വെക്കേനി. ഇപ്പോൾ ടോൾ വാങ്ങണോണ്ട് ആ ഒരു ഫെസിലിറ്റിയും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ കൊടുക്കണമല്ലോ. അപ്പോൾ ഈ ഒരു സ്ഥലത്ത് എക്സിറ്റ് പോയിൻറ്റും ഇല്ല, എൻട്രി പോയിൻറ്റില്ല. എക്സിറ്റ് പോയിൻറ്റ് കുറച്ച് അപ്പുറത്തുണ്ട് കേട്ടോ. ഇതൊന്ന് ക്ലോസ് ചെയ്താൽ മതി, അധികം പണിയൊന്നും വേണ്ട. ഇത് ട്രാഫിക് പോലീസ് എന്താണ് ഇത് ക്ലോസ് ചെയ്യാത്തത് നിങ്ങൾക്ക് അറിയില്ല. സർവീസ് റോഡ് അവിടെയൊക്കെ കണക്റ്റ് ആയി ചെയ്തിട്ടുണ്ട്. ഇനി ആളുകൾക്ക് എളുപ്പത്തിൽ ഒരു ഹൈവേയിലോട്ട് കയറാൻ വേണ്ടിയിട്ടാണോ എന്താണെന്ന് അറിയില്ല. ഏതായാലും നമ്മളിത് കണ്ടു, നമ്മൾ നിങ്ങളിലേക്ക് എത്തിച്ചു എന്നുള്ളൂ. എക്സിറ്റ് പോയിൻ്റ് അല്ല, ഇവിടെ ഒരു എൻട്രി പോയിൻ്റാണ്. ഈ വലത് സൈഡിലുള്ളത് എൻട്രി പോയിൻറ്റ്. എക്സിറ്റ് പോയിൻറ്റ് മലാപ്പറമ്പ് എത്തുന്നതിന് മുമ്പുള്ള ഒരു ഭാഗത്താണ് എക്സിറ്റ് പോയിൻറ്റ്. ഞാൻ അതിലൂടെ ട്രാഫിക് അവിടെ കൂടുതലായിട്ട് അവിടെ ഒരു കട്ടിങ് ഉണ്ട്. അടുത്ത പ്രശ്നം അവിടെയാണ്. അപ്പോൾ ആ ഒരു കട്ടിങ് ഉള്ളതുകൊണ്ട് ഞാൻ അതിലൂടെ വാഹനങ്ങൾ അധികം കയറിയിട്ട് ബുദ്ധിമുട്ടാകണ്ട എന്നുള്ള നിലയ്ക്ക് ഇതിലൂടെ എങ്ങനെ കയറ്റിയതാണോ എന്നറിയില്ല. ഏതായാലും NHAയുടെ ആരെങ്കിലുമൊക്കെ ബന്ധപ്പെട്ട ആളുകൾ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതൊരു അപകടം പിടിച്ചൊരു കട്ടിങ്ങാണ്. ആ ഒരു കട്ടിങ് എത്രയും പെട്ടെന്ന് ക്ലോസ് ചെയ്യാന്നുണ്ടെങ്കിൽ അത്രയും നന്ദി. പിന്നുള്ളൊരു പണിയാണ് നമ്മുടെ ഈ ഒരു വാളിൻ്റെ പണി.
ഇതൊരു പ്രത്യേകതരം വാളാണ്. സോയിൽ നെയിലിംഗ് അല്ല, സോയിൽ നെയിലിംഗ് ടെക്നോളജി ഉപയോഗിച്ചിട്ടുള്ള ആ ഒരു കോൺക്രീറ്റ് വാള് അതല്ല ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ടൈബാക്ക് റീറ്റേണിംഗ് വാൾ ടെക്നോളജി. അതായത് സോയിൽ നെയിലിംഗ് ചെയ്യുന്നത് പോലെ സോയിൽ നെയിലിംഗ് ചെയ്യും, ഷോർട്ട് കട്ടിങ്ങിന് പകരം ടൈബാക്ക് റീറ്റേണിംഗ് വാൾ ടെക്നോളജിയിലാണ് ഇവിടെ വാള് ചെയ്യുന്നത്. അതായത് സ്ലോപ്പ് ആക്കിയിട്ട് ഇങ്ങനെ നല്ല കനത്തിൽ നമ്മളെ ഈ ഒരു സാധാ ഗഡറൊക്കെ വെച്ച് നമ്മൾ പാലുണ്ടാക്കുമല്ലോ അതിനേക്കാൾ ഏറെ കട്ടിയിലാണ് ഇവിടെ കോൺക്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഈ ഒരു ലാൻഡ് അക്വേഷനുമായി ബന്ധപ്പെട്ട ചെറുതായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ, ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അതാണ് ഇവിടെ ഇത്ര വൈകിയത് കേട്ടോ. മറ്റേത് ഞാൻ പറഞ്ഞല്ലോ, കമ്പനി ഇപ്പോൾ മലാപ്പറമ്പ് ഓവർപാസിൻ്റെ പണികളൊക്കെ വെറും 60 ദിവസത്തിനുള്ളിൽ, അതായത് 50 ചില്ലാനം ദിവസം കൊണ്ട് മാത്രമാണ് മലാപ്പറമ്പ് ഓവർപാസിൻ്റെ പണി തീർന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പണി ഇവിടെ ബാക്കിയുണ്ട്. ഇവിടെ സർവീസ് റോഡ്, ഇവിടെ ഈ ഒരു സർവീസ് റോഡ് കണക്ട് അയക്കാന്നുണ്ടെങ്കിൽ അപ്പുറത്തൊരു ക്രോസിംഗ് ഉണ്ട്. അതാണെങ്കിൽ ഡേഞ്ചർ ക്രോസിംഗ് ആണ്. വൈകുന്നേര സമയത്തും അതേപോലെ ഒരു 8 മണി മുതൽ 11 അല്ലെങ്കിൽ 10:30 വരെ നല്ല ബ്ലോക്ക് ഉണ്ടാകും. രാവിലെ 8 മണി മുതൽ ഒരു 11:30 വരെയും, വൈകുന്നേരം ഒരു 4 മണി അങ്ങോട്ട് തുടങ്ങിയെന്നുണ്ടെങ്കിൽ 6 മണി വരെയൊക്കെ കുറച്ചൊരു ബ്ലോക്കുള്ളൊരു സ്ഥലമാണ്. കുറച്ച് അപ്പുറത്ത്, സ്ഥലത്തിൻ്റെ കറക്റ്റ് പേരും കറിയില്ല, മെഡിക്കൽ കോളേജ് ഭാഗത്തേക്ക് പോകുന്ന റോഡ്. ഏതായാലും ഇവിടെ ഇങ്ങനെ ഈ ഒരു ടെക്നോളജി റീറ്റെയിനിങ് വാളിൻ്റെ പണികൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു ടോളിനെതിരെ ചില ആൾക്കാർ പറയുന്നൊരു കാര്യമാണ്, നമ്മൾ ടാക്സ് കൊടുക്കുന്നുണ്ട്, നികുതി കൊടുക്കുന്നുണ്ട്, നമ്മൾ അത്രയും സംഭവങ്ങൾ, അത് റോഡ് ടാക്സ്, നമ്മൾ ഭീമമായിട്ടുള്ള റോഡ് ടാക്സ് കൊടുക്കുന്നുണ്ട്, എന്നിട്ടും നമ്മൾ ടോൾ കൊടുക്കണോ എന്നുള്ളത്, അതൊക്കെ പല ആളുകൾക്കും പല അഭിപ്രായങ്ങളുണ്ടാകും. ഏതായാലും ഈ ഒരു റോഡ് ടാക്സും ഈ ഒരു നികുതി ടാക്സ് മറ്റ് സംവിധാനങ്ങളൊക്കെ നമ്മളെ ഇൻഫ്രാസ്ട്രക്ചറിലേക്കല്ല പൂർണ്ണമായിട്ടും പോകുന്നത്. ഏതായാലും NHAക്ക്, നാഷണൽ ഹൈവേ അതോറിറ്റി, ഏകദേശം 2,39,818 കോടി രൂപ കടമുണ്ട്. പിന്നെ ഈ ഒരു റോഡ് ഉണ്ടാക്കുന്നതൊക്കെ മറ്റുള്ള രാജ്യങ്ങളിൽ നിന്ന് ചെറിയ പലിശക്ക് കടമെടുത്തിട്ടാണ് റോഡ് ഈ ഒരു പല എക്സ്പ്രസ് ഹൈവേകൾ, ഇപ്പോൾ ദില്ലി മുംബൈ എക്സ്പ്രസ് വേ, ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ടോൾ കളക്ട് ചെയ്യാൻ പോകുന്ന ഒരു റോഡാണ് ദില്ലി മുംബൈ എക്സ്പ്രസ് വേ. എനിക്കൊന്ന് ലോകത്ത് തന്നെ ടോള് കളക്ട് ചെയ്യാൻ പോകുന്ന, ഏറ്റവും കൂടുതൽ ടോൾ കളക്ട് ചെയ്യാൻ പോകുന്ന ഒരു റോഡും ദില്ലി മുംബൈ എക്സ്പ്രസ് വേ തന്നെയായിരിക്കും. ഏതായാലും നമ്മൾ ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ പറയേണ്ട കാര്യമില്ല. ചില കാര്യങ്ങൾ പറയുമ്പോൾ ജിഹാദി, സുഡാപ്പി അല്ലാന്നുണ്ടെങ്കിൽ സംഘി, എതിർക്കുമ്പോൾ കമ്മി, കൊങ്ങി, മൂരി ഒക്കെ ആക്കുന്ന ഒരു കാലമാണ്. അല്ലെങ്കിൽ പ്രത്യേകിച്ച് നമ്മളെ ഈ ഒരു നാട്ടിൽ നടക്കുന്നൊരു കാര്യമാണ്. ഈ വക കാര്യങ്ങളൊക്കെ അറിയാൻ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്യുക, അല്ലെങ്കിൽ ChatGPTയോടൊക്കെ ചോദിച്ചാൽ മതി. ഇതാണ് ഞാൻ പറഞ്ഞ രണ്ടാമത്തെ സ്പോട്ട്. കണ്ടെങ്കിൽ വണ്ടി ക്രോസ് ചെയ്ത് പോകണമൊക്കെയാണ് 130 രൂപ ടോൾ കൊടുത്തിട്ടാണ് ഈ ഒരു ഡേഞ്ചർ ആയിട്ടുള്ള സിറ്റുവേഷൻ കേട്ടോ. നിങ്ങൾ ആലോചിക്കണം. അതായത് എതിരെ വാഹനങ്ങൾ വരില്ല എന്നുള്ള വിശ്വാസത്തിലാണ് നമ്മൾ ഈ ഒരു 6 വരിയിലൂടെ ചീറിപ്പാഞ്ഞ് പോകുന്നത്. ഇവിടെ ഇപ്പോൾ പോലീസ് ഉണ്ട്, ട്രാഫിക്കിന് ആളുണ്ട്, ട്രാഫിക്കിന് ബ്ലിങ്ക് ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. നട്ടപ്പാതിരക്ക് ഏതെങ്കിലും ഒരു വണ്ടി ക്രോസ് ചെയ്ത് വരുന്നൊന്നും ആർക്കും ചിലപ്പോൾ തോന്നലുണ്ടാവില്ല. ഈ ലോങ് യാത്രക്കാർക്ക് ഓല മനസ്സിലൊന്നും ഉണ്ടാവില്ല ഇതിലൂടെ ആരും ഇപ്പോൾ ക്രോസ് ചെയ്യുന്നുള്ളത്. ടോളൊക്കെ തുടങ്ങിയതല്ല, ഇനിയിപ്പോൾ അടിച്ച് മിന്നി പോകാം എന്നുള്ള നിലക്കണ്ട് അടിച്ച് മിന്നി. കാരണം 130 ആകുമ്പോൾ ഓല വിചാരിക്കുക കുറച്ച് ദൂരത്തിൽ ഈ റോഡ് ഉണ്ടാവുന്നുള്ളത്. അടിച്ച് മിന്നി പോകുമ്പോൾ ആരെങ്കിലും ഒരാൾ ക്രോസ് ചെയ്ത് പോയിക്കാന്നുണ്ടെങ്കിൽ ഇമ്മാതിരി ബസ്സൊക്കെ വന്ന് അതിൻ്റെ ബാക്കിലൊരു 100 വരുന്ന ഒരു വാഹനം വന്ന് ഇടിച്ചിക്കാന്നുണ്ടെങ്കിൽ എന്താകും അവസ്ഥ. ഏതായാലും ഈ ഒരു സർവീസ് റോഡിൻ്റെ പണി കഴിഞ്ഞിക്കാന്നുണ്ടെങ്കിൽ ആ ബ്ലോക്ക് തീരും. കാരണം ഈ സൈഡിലുള്ള സർവീസ് റോഡ് കുറച്ച് അപ്പുറത്ത് കൂടെയാണ്. അപ്പോൾ ഇതിലൂടെ പോകുന്ന വാഹനങ്ങൾ ഓവർപാസിൻ്റെ മുകളിലൂടെ ഇങ്ങനെ U-ടേൺ എടുത്തിട്ട് ഈ ഒരു സർവീസ് റോഡിലൂടെ വന്ന് മെഡിക്കൽ കോളേജ് ഭാഗത്തേക്ക് പോകും. അതുവരെ, അതായത് ഒരു മാസം കൊണ്ട് എന്തായാലും ഈ ഭാഗത്തെ പണികൾ പൂർണ്ണമായിട്ടും തീരും. ചിലപ്പം അതിന് മുമ്പ് തീരാൻ ചാൻസ് ഉണ്ട്. നല്ല വേഗത്തിലാണ് ഈ ഒരു റീറ്റെയിനിങ് വാളിൻ്റെ, ടൈബാക്ക് റീറ്റെയിനിങ് വാളിൻ്റെ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സർവീസ് റോഡാണ് കഴിഞ്ഞിക്കാന്നുണ്ടെങ്കിൽ ഈ ഭാഗത്തെ പ്രശ്നം തീർന്നു. അവിടെ ആ ഒരു ബ്ലോക്ക് തീർത്താൽ അതും കഴിഞ്ഞു. പിന്നെ സർവീസ് റോഡ് പൂർണ്ണമായിട്ടും പ്രാദേശികമായിട്ടുള്ള ആളുകൾക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള റോഡാണ്. സർവീസ് റോഡിൽ പോകുമ്പോൾ ടോളില്ല. അപ്പോൾ അതുകൊണ്ട് സർവീസ് റോഡിൻ്റെ പണികൾ പൂർണ്ണമായിട്ടും കഴിഞ്ഞതിന് ശേഷം ടോൾ പിരിവ് തുടങ്ങിയാൽ മതി എന്ന് പറഞ്ഞാൽ അത് ഞാനില്ല. കാരണം മാഹി ബൈപ്പാസിൽ ഇതേപോലെ സർവീസ് റോഡ് പൂർണ്ണമായിട്ടും തീർന്നിട്ട് ടോൾ ഉണ്ടാക്കിയാൽ മതി എന്ന് പറഞ്ഞപ്പോൾ അത് തള്ളിപ്പോയൊരു സംഭവമാണ്. മാഹി ബൈപ്പാസിലും ഇതേപോലെ ടോൾ പിരിവ് നടത്തിയപ്പോൾ സമരങ്ങളും മറ്റൊക്കെ ഉണ്ടായി കേട്ടോ. പിന്നെ ഇതൊരു പുതിയ ടെക്നോളജി കേട്ടോ. നമ്മൾ എല്ലാ കാര്യവും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ ഈ ഒരു പാലത്തിൻ്റെ പണി, 3 പാലങ്ങൾ വീതി കൂട്ടുന്ന പണി എന്ന് പറഞ്ഞല്ലോ, അത് ഇതുമായി ബന്ധപ്പെടുത്താൻ വേണ്ടി പറ്റൂലേ. അതാണ് ഞാൻ ഇതിൽ പറയാത്തത്. എല്ലാം കൂട്ടി പറയാൻ വേണ്ടി പറ്റൂല. കാരണം നമ്മൾ അറിയണ സംഭവങ്ങൾ നമ്മൾ അറിഞ്ഞ പോലെ തന്നെ പറയണം. അറിയാത്ത പോലെ കണ്ണു പൂട്ടിക്കാണ്ട് വെറുതെ അങ്ങനെ സംസാരിക്കരുത്. ഇത് വേറെ പ്രോജക്റ്റാണ്. ഇത് നമ്മുടെ ആദ്യത്തെ പ്രോജക്റ്റിൽ പെട്ടതല്ല, ഇത് വേറെ പ്രോജക്റ്റാണ്. പക്ഷെ ഇവിടെ ഒരു സംഭവം വന്നിട്ടുണ്ട്. ഇത് കണ്ടെങ്കിൽ പുതിയൊരു ഗഡറാണ്. ഇത് ഇന്ത്യയിലെ രണ്ടാമതായിട്ട് നമ്മൾ ഈ ഒരു കേരളത്തിലെ കോഴിക്കോട് ജില്ലയിലാണ് ഇത് രണ്ടാമതായിട്ട് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇൻസ്റ്റാൾ ചെയ്തത് പൂനെയിലാണ്. ഇതിൻ്റെ പേര് ഒരു വെറൈറ്റി പേരാട്ടോ. കണ്ടത് ഇങ്ങനെ ഇരുമ്പ് പോലെ. ഇതിൻ്റെ ആ ഒരു ഫിനിഷിംഗ് ഒക്കെയാണ് ഗ്ലോസി ആയിട്ടുള്ള ഒരു ഫിനിഷിങ് കാര്യങ്ങളൊക്കെ, ഒരു വെറൈറ്റി ലുക്ക്. ഒരു ലോക്ക് സിസ്റ്റം ഉണ്ട്, ലോക്കായിട്ട് ഇങ്ങനെ വെക്കുക. നമ്മളെ സിഗ്മെൻ്റ് ഒക്കെ വെക്കുമല്ലോ, സിഗ്മെൻറ്റ് വെക്കുന്നത് പോലുള്ള ഒരു സംഭവമാണ്. ഇതൊക്കെ ആ ലോക്ക് ഇതിലേക്ക് ആക്കി വെക്കും. ആ ഓട്ടകൾ സ്ട്രെസ്സിങ് കേബിൾ അതിൻ്റെ ഉള്ളിൽ കൂടെ ഇട്ട് ടൈറ്റ് ആക്കാനുള്ള സംഭവം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പേരെന്താ വെച്ചാൽ കുറച്ച് വലിയ പേരാണ്. UHPFRC, അൾട്രാ ഹൈ പെർഫോമൻസ് ഫൈബർ റെയിൻഫോഴ്സ്ഡ് കോൺക്രീറ്റ്.
ആളേതായാലും പൂണെയിൽ നിന്ന് ഇറക്കുമതി ചെയ്തതാണ്. ഇതൊക്കെ ഡയമണ്ട് കട്ടിങ് ഉപയോഗിച്ചിട്ട് നിലവിലുള്ള ആ ഒരു 2 വരി പാലം, ആ ഒരു പാലത്തിൻ്റെ ഒരു കട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഡയമണ്ട് കട്ടിങ് ഉപയോഗിച്ച് ഒഴിവാക്കിയതാണ്. നമ്മളിപ്പോൾ ഉള്ളത് പുറക്കാട്ടേരി പാലത്തിൻ്റെ ഭാഗത്തോട്ട്. കോരപ്പുഴ 2 വരി, നിലവിലുള്ള 2 വരിയിലും ഈ ഒരു ടെക്നോളജി ഉപയോഗിച്ചിട്ടുള്ള ഗൈഡറാണ് ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ ലോഞ്ചിങ് എപ്പോഴാണെന്ന് അറിയില്ല. ഏതായാലും ഇത് ചെയ്യണത് ഇത് എങ്ങനെയാണ് നമുക്കൊന്ന് കണ്ട് മനസ്സിലാക്കണം. കാരണം ഇന്ത്യയിൽ 2ാമതായിട്ടാണ് നമ്മുടെ ഈ ഒരു കേരളത്തിൽ കോഴിക്കോട് ബൈപ്പാസിൽ ഈ ഒരു സംഭവം വെക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഈ ഒരു പാലം, നിലവിലുള്ള പാലം 3 വരിയായി വീതി കൂട്ടുന്നത് ഈ ഒരു പ്രോജക്റ്റുമായിട്ട് ചേർന്നതല്ല, നിലവിലുള്ള പ്രോജക്റ്റിലുള്ളതല്ല, ഇത് വേറെ പ്രോജക്റ്റാണ്. അപ്പോൾ ഇത് ടോൾ പിരിക്കുന്നതിന് ഒരു തടസ്സമല്ല. നമ്മൾ എങ്ങനെ പറയണം എന്താ വെച്ചാൽ, നമ്മൾ അറിയണ കാര്യം നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളത്. വെറുതെ അങ്ങോട്ട് നെഗറ്റീവ് മാത്രം അടിച്ചു വിട്ടുകാണ്ട് ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കേണ്ട ഒരു കാര്യമില്ല. അറിയണ കാര്യങ്ങൾ പറയണമെന്നുള്ളൂ. ചിലപ്പോൾ ചില ആൾക്കാർക്ക് ഇഷ്ടപ്പെടില്ല, ചില ആൾക്കാർ അതുകൊണ്ട് നമ്മളെ സംഖ്യയാക്കും, കമ്മിയാക്കും. അല്ലാന്നുണ്ടെങ്കിൽ എതിര് പറയുമ്പോൾ ജിഹാദി സുഡാപ്പിയൊക്കെ ആക്കാൻ ചാൻസ് ഉണ്ട്. നമ്മളെ ചാനലിലൂടെ വീഡിയോ കാണുന്ന ആൾക്കാർക്ക്, ആദ്യം മുതലേ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് അറിയാൻ വേണ്ടി പറ്റും, നമ്മൾ വികസനത്തിൽ രാഷ്ട്രീയം കലർത്താറില്ല. വികസനത്തെ വികസനമായിട്ടാണ് കാണാറുള്ളത്. ഏതായാലും ഈ ഒരു ഗൈഡർ ലോഞ്ചിങ്, ഈ ഒരു പൂണെയിൽ നിന്ന് ഇറക്കിയിട്ടുള്ള ഈ ഒരു സംഭവം ലോഞ്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് വീഡിയോ ചെയ്യാൻ കഴിയുമെന്ന് കരുതുന്നു. ഏതായാലും നിങ്ങളെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ഇത് എങ്ങനെയാണ് വെക്കണമെന്നൊക്കെ നമുക്കൊന്ന് കാണണം. പുതിയൊരു ടെക്നോളജി അല്ലേ. അപ്പോൾ ഏതായാലും ഈ നിലവിലുള്ള 2 വരി പാലങ്ങൾ, 3 പാലങ്ങൾ വീതി കൂട്ടുന്ന പണികൾ ഇതുമായി ബന്ധപ്പെട്ടതല്ല. ഏതായാലും ബാക്കിയുള്ള സ്ഥലത്ത് ആ 2 സ്ഥലത്തൊക്കെ ഡേഞ്ചറായിട്ടുള്ള സംഭവങ്ങളൊക്കെ ക്ലോസ് ചെയ്തതിനു ശേഷം മാത്രം ടോൾ പിരിവ് തുടങ്ങിയാൽ മതി എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതേപോലെ കോൺഗ്രസ്സുകാർ പറഞ്ഞതുപോലെ പണികൾ പൂർണ്ണമായിട്ടും കഴിഞ്ഞതിന് ശേഷം മാത്രം ടോൾ പിരിവ് തുടങ്ങിയാൽ മതി. ഏതായാലും ടോൾ പിരിവ് അവിടെ ആരംഭിച്ചിട്ടുണ്ട്. 130 രൂപയാണ്. അതിനുള്ള ഫെസിലിറ്റി NHAയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകട്ടെ. അല്ലെങ്കിൽ ഉണ്ടായിട്ടില്ല എന്നുണ്ടെങ്കിൽ കംപ്ലയിൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പം നിങ്ങൾ എന്ത് കാട്ടണം? ഈ ഒരു റോഡ് ക്രോസ് ചെയ്യുന്നതും ഈ ട്രാഫിക് ഉള്ളതൊക്കെ നിങ്ങൾ അതിൽ കംപ്ലയിൻറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തേക്ക്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. അപ്പോൾ ഓക്കെ, മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹെക്സ് വൈഫ്.